ഹായ്, എല്ലാവരും ചോദിച്ചിരുന്ന കോട്ടയത്തെ വീടിൻ്റെ ഹൗസ് വാമിങ് ഇന്നാണ്. ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്തും അതേപോലെ കമൻസ് ആയിട്ടും വിളിച്ചൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ഫുൾ ഫിനിഷ് വീഡിയോ എവിടെയെന്ന്. ഇതാണ് അതിനുള്ള ഉത്തരം. ഇത് ഏകദേശം ഒരു അരമണിക്കൂർ വരുന്ന വീഡിയോ ആണ്. ഇത് മുഴുവനായിട്ടിരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് വീട് ഫുൾ ഫിനിഷ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതുപോലെ കോൺക്രീറ്റിൽ നിർമ്മിച്ച വീടിൻ്റെ നിർമ്മാണ രീതി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അതുപോലെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്കും നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസും ഞങ്ങളുടെ നിർമ്മാണവും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. കൂടാതെ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലോട്ട് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇതാണ് സാറ് ഞങ്ങൾക്ക് തന്ന എലിവേഷൻ. ഞങ്ങൾ സൈറ്റ് കാണാനായിട്ട്, അതായത് സാറ് ബുക്ക് ചെയ്തിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ സൈറ്റ് കാണാൻ വന്നത്. ആ ഒരു മാസം കഴിഞ്ഞ് സൈറ്റ് കാണാൻ വന്നപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ വീട് നിൽക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നത് ഈ രീതിയിലായിരുന്നു. പിന്നെ സാറ് അത് ബേസ്മെൻറ്റ് നമ്മൾ അവിടെ ഉണ്ടായിരുന്ന കരിങ്കല്ല്, അതായത് ആ സ്ഥലത്തുനിന്ന് പൊട്ടിച്ച അതേ കരിങ്കല്ല് ഉപയോഗിച്ചിട്ടാണ് ഈ വീടിൻ്റെ ബേസ്മെൻറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത്രയുമാണ് ഈ വീട്, അതായത് നിങ്ങൾ മുന്നേ കണ്ട വീട് നിർമ്മിക്കാനായിട്ട് ഈ സാറ് മുന്നോടിയായിട്ട് നമ്മൾക്ക് ചെയ്തു തന്നൊരു പ്രവൃത്തി എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ രീതിയിൽ നമുക്ക് ഈ വീടിൻ്റെ വർക്കുകൾ എത്തിക്കാനായിട്ട് ഒരു 5 മാസത്തെ കൺസ്ട്രക്ഷൻ പീരീഡാണ് വന്നിരിക്കുന്നത്. അതായത് 3 മാസം കൊണ്ട് നമ്മൾ സ്ട്രക്ചർ ചെയ്തു, പിന്നെ ബാക്കി ടൈൽസിൻ്റെ വർക്ക് നമ്മൾ ചെയ്തു കൊടുത്തു. അതേപോലെ ഇലക്ട്രിക്കൽ, പ്ലംബിങ് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. പക്ഷേ കുറച്ച് വർക്കിന് ഡിലേയും വന്നിട്ടുണ്ട്. കാരണം ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ കോമ്പൗണ്ട് വാള് അതേപോലത്തെ വർക്കുകളാട്ടോ മാക്സിമം ഡിലേ വന്നത്. കൺസ്ട്രക്ഷൻ വീടിൻ്റെ വർക്കുകളൊക്കെ സാറിന് കഴിഞ്ഞ മാസം എത്രാം തീയതി ആയിരുന്നു റിട്ടയർഡ്? 30 മെയ് 30 റിട്ടയർഡ് ആയിരുന്നു. അതേപോലെ 7 തീയതി ഒരു റിട്ടയർഡായിട്ട് ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ഹൗസ് വാമിങ് നടത്തണമെന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്യണം അതേ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 7 തീയതി ഇപ്പോൾ നല്ല ദിവസം ആയതുകൊണ്ട് ഇന്നായിരുന്നു അതിൻ്റെ ഹൗസ് വാമിങ്. അപ്പോൾ സാറിൻ്റെ കണക്ക് പ്രകാരം എല്ലാ ഡേറ്റുകളൊക്കെ കറക്റ്റാണ്. പിന്നെ ഈ വീടിൻ്റെ ഈ എലിവേഷൻ, നിങ്ങൾ ഫസ്റ്റ് കണ്ട എലിവേഷനും അതായത് ഈ 15 അടി ഹൈറ്റിലെ ഗ്ലാസ്, ഇതൊക്കെ സാറിൻ്റെ സ്വന്തം പ്ലാനാണ്. അതായത് നമുക്ക് ഫസ്റ്റ് തന്നെ തരണ സമയത്ത് തന്നെ ആ 3D എലിവേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ചില മോഡിഫിക്കേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ സ്റ്റെയർ കേസ് നോർമൽ സ്റ്റെയർ കേസ് ആയിരുന്നു, അത് നമ്മൾ ഈ രീതിയിലേക്കാക്കി മാറ്റിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്പൺ ഹാളായി, ഞാൻ അതിന് മുന്നും പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റെയർ കേസ് കൊടുക്കുമ്പോഴേ ഉള്ളൂ അതിനൊരു ഷോ. അല്ലാതെ അത് നോർമലായിട്ടാണെന്നുണ്ടെങ്കിൽ നോർമൽ ഈ വീടിൻ്റെ സ്റ്റെയർ കേസ് ആ കോർണറിൽ നിന്ന് കിച്ചൻ്റെ ഉള്ളിലേക്ക് സ്ട്രെയിറ്റിൽ പോണതായിരുന്നു, അതൊരു ഭംഗി ഉണ്ടായിരിക്കില്ല. പിന്നെ ഇങ്ങനത്തെ സ്റ്റെയർ കേസൊക്കെ ഇപ്പോൾ ഈ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. നോർമൽ സ്റ്റെയർ കേസിനേക്കാളും ഇങ്ങനെ ചെയ്യണ സമയത്ത് എക്സ്പെൻസ് കൂടുതലാണ്, പക്ഷെ കാണാൻ ഒരു ഫൈനൽ ഫിനിഷ് ഇതേപോലെ ഉണ്ടായിരിക്കും. അതെങ്ങനെയുണ്ട് കാണാൻ? നല്ല സൂപ്പറായിട്ടുണ്ടോ? ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം വന്നപ്പോൾ ആ വീടിൻ്റെ ലുക്ക് തന്നെ നമുക്ക് സ്റ്റെയർ കേസ് മാറ്റിയിട്ടുണ്ട്. ഞങ്ങളല്ല കേട്ടോ പറയേണ്ടത്, ഞങ്ങളെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളാണ് പറയേണ്ടത്. കാരണം ഇതിൻ്റെ പല വീഡിയോസും അപ്പോൾ ഇൻസ്റ്റയിൽ അടക്കം ലൈവൊക്കെ ഒരുപാട് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പീരീഡിൽ ഞങ്ങൾ ഡെയിലി ടു അപ്ഡേറ്റ് എല്ലാ വീഡിയോസും ഡെയിലി ഇൻസ്റ്റയിൽ വീഡിയോ ചെയ്യാറുണ്ട്. ഇത് നമ്മൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വീഡിയോ ഏകദേശം ഒരു 3-4 വീഡിയോസ് നമ്മളെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇനി ഇത് ആർക്കേലും ഇതെങ്ങനെയാണ് ഈ വീട് നിർമ്മിച്ചെന്ന് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പോയി ചെക്ക് ചെയ്യാം. അത് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പുതിയൊരാളാണ് ഞങ്ങൾ ഈ ചാനൽ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആൾക്കൊന്നും മനസ്സിലാവില്ല ഇത് കോൺക്രീറ്റിൽ ചെയ്ത വീടാണോ, മനസ്സിലാവുമോ? അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ വീട് കംപ്ലീറ്റ് ഭിത്തികളും എല്ലാം കോൺക്രീറ്റിൽ നിർമ്മിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വീഡിയോ ഇതിൻ്റെ അടിയിൽ തന്നെ കിടക്കുന്നുണ്ട്. അതായത് ഇത് തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അല്ലേ. എലിവേഷൻ എല്ലാതും ഇതേ സെയിം ആയിരിക്കും. അപ്പോൾ ആ എലിവേഷൻ നോക്കിപ്പോയി കഴിഞ്ഞാൽ കോട്ടയം പള്ളിക്കത്തോട് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വീഡിയോ കാണാൻ പറ്റും. പിന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ശ്രദ്ധിച്ചോളൂ. അതായത് ഒരുപാട് ആൾക്കാർ എപ്പോഴും ചോദിക്കാറാണ്, എന്നോട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തൊക്കെയാണ്? ഇതിൻ്റെ ഇലക്ട്രിക്കൽ, പ്ലംബിങ്, ഈ സീലിങ്ങിൽ കാണുന്നതൊക്കെ നമ്മളിതൊക്കെ മനസ്സിലാവ് ചെയ്യണ സമയത്ത്, അതായത് ഈ വീട്ടിലെ ഓരോ പോയിൻറ്റ്സും നമ്മൾ കറക്റ്റായിട്ട് ഇതിനൊരു ഇൻസൈഡ് ഇൻറ്റീരിയലോ 2D 3D ഒന്നും ഉണ്ടായിരുന്നില്ല, ഇല്ലല്ലോ. ആകെ ഒരു എലിവേഷൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി കംപ്ലീറ്റ് ഞാനും സാറും ഫസ്റ്റ് ഇരിക്കുന്ന സമയത്ത് തന്നെ ഡിസ്കഷൻ ചെയ്തിട്ടാണ് ഇതിൻ്റെ എല്ലാ പോയിൻറ്റ്സും എല്ലാ കബോർഡ്സുകൾ എവിടെ വരുന്നതെന്നും
കിച്ചണിൻ്റെ ഉള്ളിലത്തെ പവർ പ്ലഗ് എല്ലാം ഞങ്ങൾ ഫസ്റ്റ് വർക്ക് തുടങ്ങുന്ന സമയത്ത് ഡിസൈഡ് ചെയ്താണ്. ഏകദേശം കഴിഞ്ഞപ്പോഴും സെയിം അതേപോലെ തന്നെ വന്നിട്ടില്ലേ? അത് നമ്മളെ കാണുന്ന പ്രേക്ഷകരാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് ഞങ്ങൾ സാധാരണ രീതിയിൽ ലൈറ്റ് പോയിൻറ്റ്സ് ഇട്ടുണ്ടോ, ഫാനിന് ഇതുണ്ടോ, എല്ലാ കാര്യങ്ങളും, അതായത് നിങ്ങൾക്ക് ഉണ്ടാവണ എല്ലാ സംശയങ്ങൾക്കും ഉള്ളൊരു ഉത്തരമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ എടുത്തിട്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് പിന്നെ ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ഒരു 2-3 മേക്കിംഗ് വീഡിയോയും കൂടി ഇതിലുണ്ട്. അതും കൂടി ഒരു നമ്മളെ വീട് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായിരിക്കുമോ? കാരണം അവർക്ക് ഇതൊക്കെയാണ് സംശയം. ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെ വരിക, ഇതിലെങ്ങനെ ടൈൽസ് വരിക്കും, ഇതിലെങ്ങനെ നിങ്ങൾ പ്ലംബ് ചെയ്യും, ഇതിലെങ്ങനെ കബോർഡ്സ് ഫിറ്റ് ചെയ്യും, ഇതിൽ അതായത് നമ്മൾക്ക് നിസാരം എന്ന് തോന്നിക്കുന്ന ഇതിൽ ഡോർ എങ്ങനെ ഫിറ്റ് ചെയ്യാന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഇല്ലേ? നമ്മൾ പറയലുണ്ട് ഇതിൽ ഡോർ ഫ്രെയിം, ഈ വീടിൻ്റെ ഈ ഡോറ് ഏകദേശം മിനിഞ്ഞാന്ന് ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഇതിൻ്റെ ഉള്ളത്തെ കംപ്ലീറ്റ് ഡോറും എല്ലാം റെഡിമെയ്ഡാണ് ഈ ഡോർസൊക്കെ ഫിറ്റ് ചെയ്തത്. കബോർഡ്സ് 2 ദിവസമാണ് അവർ കബോർഡ്സ് നമുക്ക് ഫിറ്റ് ചെയ്ത് തന്നത്. അതായത് നമ്മൾ ഓൾറെഡി ഫെറോ സിമെൻ്റ് കൊണ്ട് കബോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഔട്ട്സൈഡുള്ള ഈ ഡോർസ് ഇൻസൈഡ് കംപ്ലീറ്റ് ഫെറോ സിമെൻ്റ് ആണ്. നമുക്ക് ഈ ഡോറും ഈ ഗ്ലാസും എല്ലാം പാടായിട്ട് ടോട്ടലായിട്ട് നമുക്ക് 3 ബെഡ്റൂം ഉണ്ട്, കിച്ചൺ ഉണ്ട്, നിങ്ങളെല്ലാം കാണാൻ പോവുകയാണ്. അപ്പോൾ ഇത്തിരി സാധനം ഫിറ്റ് ചെയ്യാനായിട്ട് ആകെ അവരെടുത്തത് 2 ദിവസമാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഒന്നാമത്തെ കാര്യം ക്ഷമ എന്ന് പറയുന്ന സാധനം ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ നമ്മൾ ചെറു വീടിൻ്റെയൊക്കെ മുന്നോട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്, അതായത് 4 ബെഡ്റൂം ഉള്ളൊരു വീടിൻ്റെ ഫുൾ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോഴേലും ഈ ഒരു ബാത്റൂം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് നമ്മളോട് ചോദിക്കാൻ തോന്നില്ല, ഇത് എങ്ങനെയാണ് നിങ്ങൾ പ്ലംബ് ചെയ്യുക, ഇതിൽ വാഷ് ബേസ് വരുമോ, മിറർ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ, ഷവർ ഉണ്ടായിരിക്കുമോ, ഹീറ്റർ ഉണ്ടായിരിക്കുമോ, ഇതിൽ നോക്കുക എല്ലാ പോയിൻറ്റ്സും ഉണ്ട്. എക്സോസ് ഫാന് എല്ലാതും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലും കൂടുതലായിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും നോർമലായിട്ട് വയ്ക്കാവുന്നതേ ഉള്ളൂ, ഒരു പ്രശ്നമല്ല. പക്ഷേ ഇതൊക്കെ ഞങ്ങൾ സിമ്പിളാണെന്ന് പറയുമ്പോൾ ഇവരെ ഏറ്റവും വലിയ സംശയം എന്താണെന്നറിയോ? നമ്മളെ ചുമര് കോൺക്രീറ്റാണ്. അപ്പോൾ ഈ കോൺക്രീറ്റ് ആകുമ്പോൾ ഇവരെങ്ങനെ ഇതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രശ്നം. അതുകൊണ്ടാണ് ഒരുപാട് ആൾ ഇതിപ്പോൾ നമ്മൾ ഈ കാണിച്ചു കൊടുക്കുന്നതിൻ്റെ മെയിൻ ഒരു ഉദ്ദേശം തന്നെ ഇനിയൊരാൾ ഇതേ ഒരു രീതിയിൽ നമ്മളോട് ഡൗട്ട്സ് ചോദിക്കരുത്. കാരണം ഇനി ഒരാൾ ഡൗട്ട്സ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ ആണ് അയച്ചു കൊടുക്കുള്ളൂ. കാരണം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഞങ്ങളെ കൊണ്ട് സാധിക്കും. ഇതിലും കൂടുതൽ കുറച്ചും കൂടി ലക്ഷറി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കാൻ നമ്മളും റെഡിയാണ്. പിന്നെ ഈ ബാത്റൂമിലാണെങ്കിലും നമ്മൾ ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇനി സൈസും കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് ഈ റൂമിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ. ഇനി ഡീറ്റെയിൽ ആയിട്ട് ആൾക്കാർക്ക് ഇതേപോലെ തന്നെ ചെയ്യാം. ഇതാണ് ഇതിൽ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ 3 സൈഡും ഫുള്ളായിട്ട് വെൻറ്റിലേഷനാണ് വരുന്നത്. ഇപ്പോൾ സാധാരണ നമ്മളൊരു റൂം നോർമൽ ഒരു ചെറിയ വീടിൻ്റെ റൂമാണെന്നുണ്ടെങ്കിൽ ഈ 3 കള്ളി ജനലിതാ, ഇതിപ്പോൾ നമ്മളെ വർക്ക് ഏരിയയാണ്. അതായത് ഇതിപ്പോൾ ഇതിൽ കാണിക്കാൻ കാരണം ഇവരെല്ലാവരും വിചാരിക്കുന്നത് എന്താ നേരെ ബെഡ്റൂമിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. നീ കാണുന്ന ഈ ഒരു ചുമരില്ലേ, അതായത് ഇപ്പോൾ ഈ 3 കള്ളി കണ്ട ഒരു ചുമര്, ഈ ഒരു ചുമര് മാത്രമേ ഉള്ളൂ ഇതിൽ 3 കള്ളിയുടെ ഒരു ജനൽ. ബാക്കി എല്ലാ ജനലും 14 അടി അല്ലെങ്കിൽ 15 അടിയാണ് ജനലിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഈ ഒരു വീട്ടിൽ ഈ ഒരു ഒറ്റ ജനൽ മാത്രമേ ഉള്ളൂ നമ്മൾ 3 കള്ളി വെച്ച് കൊടുത്തിട്ട്. ബാക്കി എല്ലാ ജനലും അതേപോലത്തെ വലിയ ജനലുകളാണ്. ഇനി ഇത് ഇപ്പോഴും നമ്മളിപ്പോൾ അത് വാഷിംഗ് മെഷീൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്കുള്ള വാട്ടർ, ഈ പ്ലഗ് പോയിൻറ്റ്സ്, ഇതൊന്നും നമ്മൾ അഡീഷണലായിട്ട് രണ്ടാമത് വെട്ടി പൊളിച്ചിട്ട് ഇട്ടതല്ല കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടോ? അല്ല, ഇനി നമ്മളെ കാണുന്ന ആൾക്കാർക്ക്, അതായത് പ്രേക്ഷകർക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതേപോലത്തെ സ്ട്രക്ചർ വീഡിയോ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്തുള്ള വീഡിയോസ് ഉണ്ട്. ഞാൻ പറഞ്ഞ ഒരു 3-4 വീഡിയോസ് ഉണ്ട്. അതിലും നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ പോയിൻറ്റ്സുകൾ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കത് രണ്ടാമത് നുണ പറയേണ്ട ആവശ്യമില്ല. കാരണം ഒന്നാമത് നമ്മളെ ഈ കാര്യത്തിൽ നുണ പറയാൻ പറ്റില്ല. ഞാൻ നുണ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നാളെ വേറൊരാൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരും. ഇതൊക്കെ എല്ലാ വീട്ടിലും ചെയ്യണത് തന്നെയാണ്. അപ്പോൾ അത് വലിയ സംഭവമായിട്ടല്ല ഞങ്ങൾ പറയണത്. പക്ഷേ സാധാരണ എല്ലാവരും ഒരു ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങും പ്ലാനും ഒക്കെ ഉണ്ടെങ്കിലാണ്. ഇപ്പോൾ ഇതേപോലത്തെ ഒരു കിച്ചൺ ഇൻറ്റീരിയൽ ചെയ്തൊരു വർക്കാണ്. അപ്പോൾ ഇതിനൊക്കെ ഇപ്പോൾ ഈ ലൈറ്റ് പോയിൻറ്റ്സും കാര്യങ്ങളും ഇതൊക്കെ എനിക്കും സാറിനും മാത്രം ഒരു മനസ്സിലുണ്ടായിരുന്ന
സാറിൻ്റെ ഒരു ഐഡിയ പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പോയിൻറ്റ്സും ബാക്കിയുള്ള കാര്യങ്ങളും ഈ കബോർഡ്സിനുള്ള ഡീറ്റെയിലും ഇതൊക്കെ നമ്മൾ ചെയ്തിരിക്കണത്. നോർമലായിട്ട് സാധാരണ എല്ലാ വീടുകളിലും ചെയ്യുന്നതിന് ഇവർക്കൊരു ഇലക്ട്രിക്കൽ ഡ്രോയിങ് ഉണ്ടായിരിക്കും, അതേപോലെ ഇതിൻ്റെ ഒരു 3D അല്ലെങ്കിൽ 2D പിക്ചർ ഉണ്ടായിരിക്കും. ബാക്കിയുള്ള ഏരിയകളൊക്കെ ഞാൻ തന്നെ പറയാം. ഇനിയിപ്പോൾ ഈ ഒരു കിച്ചൻ്റെ ഒരു ഏരിയയിൽ ഞാൻ അമ്മൂന് വിട്ടുകൊടുക്കുക. കാരണം ഞാനാണെങ്കിൽ വർത്താനം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നോൺ സ്റ്റോപ്പാണ്, പിന്നെ അവൾക്ക് മൈക്ക് കൊടുക്കില്ല. എന്നാ പറഞ്ഞോ, എങ്ങനെയുണ്ട് കിച്ചൺ? ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ കുക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് പോലും കയറി കുക്ക് ചെയ്യാൻ തോന്നുന്ന തരത്തിലൊരു കിച്ചണാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതന്ന് നമ്മളെ മോള് വന്നപ്പോഴേ പറഞ്ഞില്ലേ, വീട്ടിൽ അവൾക്ക് ചെറിയൊരു മോഡലർ കിച്ചൺ ഉണ്ടെങ്കിൽ കൂടി അവള് കയറാറില്ല. പക്ഷെ അവൾക്ക് പോലും ഇത് ഇഷ്ടമായി. എനിക്കും അതെ കേട്ടോ, നല്ല പോലെ ഇഷ്ടമായി. അതേപോലെ അതിൻ്റെ കബോർഡ്സ് ആണെങ്കിലും അതിൽ കൊടുക്കുന്ന ഡോറ് ആണെങ്കിലും എല്ലാം നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ കിച്ചണിൽ കൊടുത്തിരിക്കുന്ന സിങ്ക്, അതേപോലെ ഗ്യാസ് സ്റ്റൗവ്, അതേപോലെ ഈ ഇൻഡക്ഷൻ, ഇതെല്ലാം സാർ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്താണ്. അതേപോലെ ബാത്റൂമിൽ വരുന്ന ഷവർ, ടാപ്പ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സാർ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാണ്. അതിൻ്റെയൊക്കെ ഒരു റേറ്റും ഡീറ്റെയിൽ വീഡിയോ, അതായത് നമ്മളെ ക്ലയൻറ്റ് റിവ്യൂ എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്നിപ്പോൾ ഇത് ഹൗസ് ഫാമിംഗ് ആയതുകൊണ്ട് അവർ ബിസിയാണ്. അപ്പോൾ എല്ലാ വർക്കുകളും കഴിഞ്ഞ് ഇനി കുറച്ച് കോമ്പൗണ്ട് വാളിൻ്റെ ഒക്കെ വർക്കുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം സാറും ഫാമിലി ആയിട്ട് ഇരുന്നിട്ട് നമ്മൾ ഒരു വീഡിയോ കൂടി ചെയ്യും. എങ്ങനെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഏരിയയാണ്, സ്റ്റോറേജ്. അടിപൊളിയായിട്ടില്ലേ? ഫ്രിഡ്ജിൻ്റെ ഒരു സ്പേസ്, ഗ്ലാസ് അതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയായിട്ട് അടുക്കി വെച്ചാൽ നമുക്ക് നേരിട്ട് കാണാൻ നല്ല ഇതുണ്ട്. ഇനിയിപ്പം ഈ വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്കത് കാണാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്തത് ഈ ഒരു കിച്ചണാണ്. കാരണം കിച്ചൺ എനിക്ക് തന്നെ നന്നായിട്ട് ഇഷ്ടമായി. നിങ്ങൾ കണ്ടോ ഈ പോയിൻറ്റ്സുകൾ കംപ്ലീറ്റ്, അതായത് ഇപ്പോൾ ഫ്രിഡ്ജ് ഇരിക്കണതിൻ്റെ അവിടുത്തെ പോയിൻറ്റ്സും എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഭിത്തി വെക്കണ സമയത്ത് തന്നെ പ്ലാൻ ചെയ്താട്ടോ. ഇത് ഞാൻ തള്ളി മറിക്കല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ സ്ട്രക്ചറായിട്ടുള്ള വീഡിയോ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ എന്തൊക്കെ പറയുന്നുണ്ട് തോന്നണം അല്ലേ. ആ സമയത്തും നമ്മളിത് എല്ലാ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും, എന്തിന് ഈ ഓവൻ വെക്കണതിനടക്കം പോയിൻ്റ് ഇട്ടത് ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഓരോ ഇപ്പം എല്ലാ ആൾക്കാർക്കും പിന്നെ ഇപ്പം ഇന്നലെ വിളിച്ച ആൾക്കാരും കൂടി ചോദിക്കണത് എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഇലക്ട്രിക്കൽ പോയിൻറ്റും കേബിളും, അതായത് ഇത് ഈ ഒരു സ്ട്രക്ചറിൽ നമ്മളത് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണെന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരും വിചാരിക്കുക നമ്മൾ പറ്റിക്കാനാണ്. ഇവർ കറക്റ്റായിട്ട് പോയിൻ്റ് ഇട്ട് തരുമോ? ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളുണ്ട് എത്ര പോയിന്റിൽ ഡെമ്മി ഇട്ട് അടച്ചിട്ടുണ്ടെന്ന്. കാരണം നമ്മൾ മാക്സിമം ഇട്ട് കൊടുത്തിരിക്കണത്. ആ കണ്ടതിലൊക്കെ പാടെ കൂടി സ്വിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത് സാറിന് ഇപ്പോഴും സിംഗിൾ ഫേസേ ഉള്ളൂ. ഇത് 3 ഫേസ് കണക്ഷൻ കിട്ടിയാലേ കറക്റ്റായിട്ട് വർക്കാവുള്ളൂ. സംഭവം ഓൺലൈനിലാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് വർക്കിംഗ് ഇല്ല. പമ്പിൻ്റെ പ്രഷർ കുറച്ച് കമ്മിയുണ്ട്. അത് പ്രഷർ പമ്പും കൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹൈ പ്രഷറിൽ വരും. അതുകൊണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട്. അതേപോലെ ഷവറിന് കുറച്ച് പ്രഷർ കമ്മിയുണ്ട്. ഈ ഒരു സ്റ്റോറേജ് സ്പേസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് കേട്ടോ. ഇത് ഞാൻ ചെയ്തതാണെന്നെങ്കിലും എനിക്ക് തന്നെ അത്ര ഇഷ്ടമായതുകൊണ്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ലീവിങ്ങും ഹാളിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു കിച്ചണാണ്. ഈ കിച്ചണിൽ 8 ഡോറാണ് വരുന്നത്. അതായത് ആ ജനലിൽ 8 എണ്ണം. അത് അടയ്ക്കണമെങ്കിൽ അത്യാവശ്യം പണിയെടുക്കണം. കാരണം അത്ര അങ്ങനെ ഇപ്പോൾ കുഴപ്പമില്ല, 3 എണ്ണം തുറക്കുകയാണെങ്കിൽ ഓക്കെ. അതേപോലെ തന്നെ വാഷ് ബേസ്, എല്ലാ കാര്യങ്ങളും. ഇതൊരു നിങ്ങൾ പറയണത് ആർഭാട വീടോ അല്ലെങ്കിൽ ലക്ഷറി വീടല്ല കേട്ടോ. ഇത് ഞങ്ങളെ രീതിയിൽ കോൺക്രീറ്റിൽ കൺസ്ട്രക്ഷൻ ചെയ്ത് നിർമ്മിച്ച സാറ് ഒരു ചെറിയ ബഡ്ജറ്റിൽ ചെയ്ത, ലക്ഷറി എന്ന് പറയാൻ പറ്റില്ല, ഒരു നോർമൽ വീട്. സാറ് ഇതിലൊന്നും ഒരു ആർഭാടവും കാണിക്കാതെ എല്ലാം മിനിമലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിൽ എന്തോ ആരോ ഒരു ബാഡ് കമന്റ് ഇട്ടിട്ടുണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. ആന്റിയാ പറഞ്ഞത്. മറ്റേ ആന്റിയുടെ എന്താ ഇതുകൊണ്ടാണ് എന്ന് വെച്ചാൽ ആന്റിയെ പറ്റിയിട്ടാണ് നെഗറ്റീവ് കൊടുത്തിരിക്കണത്. ആന്റിയുടെ എന്തൊക്കെയോ അവർക്ക് കറക്റ്റ് എനിക്ക് ആ വേർഡിങ്സ് ഓർമ്മല്ല. അതല്ലെങ്കിൽ പറയുന്ന ആൾക്കാർക്ക് ഇത് ഒരു ലൈസൻസും ഇല്ല, അത് വേറെ കാര്യം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ കാണുന്ന ഒരു ഹാളുണ്ടല്ലോ, ഞങ്ങൾ ഈ വീടിന് ജിപ്സം പൂട്ടി ഇട്ട് കൊടുത്തതിൻ്റെ മുകളിൽ ഈ സാറ് ചെയ്തിരിക്കുന്നത് ഒരു പ്രൈമറിങ് മാത്രമാണ്. ഇതിൽ മിനിമൈസ് ആയിട്ട്, അതായത് ആർക്കെങ്കിലും ഒരു വീടിൻ്റെ ഒരു പെയിൻറ്റിങ്ങിന് എത്ര രൂപ ഓരോരുത്തർ പൊട്ടിക്കണത് അല്ലേ? ഇതിലാകെ ചെയ്തിരിക്കുന്നത് ഈ വീട് ടോട്ടലായിട്ട് പ്രൈമർ മാത്രമേ അടിച്ചിട്ടുള്ളൂ. ഇനി വീടിൻ്റെ ഫ്രണ്ടിലൊരു 3-4 ഷോവാളുണ്ട്. ആ ഷോവാളിന് ഇതേ മാറ്റ് ബ്ലാക്ക്, അതായത് നമ്മൾ ഈ ഹാൻഡ് റെയിലിന് അടിച്ച മാറ്റ് ബ്ലാക്ക് ഇല്ലേ, ആ മാറ്റ് ബ്ലാക്കാണ് അടിച്ചിരിക്കുന്നത്. അതായത് ഫുൾ പെയിൻറ്റിങ് എന്ന് പറയാനായിട്ട് പ്രൈമർ മാത്രമേ ഉള്ളൂ ഈ വീടിന് നമ്മൾ ചെയ്തിട്ട്. 3000 സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും മുകളിൽ ഒരൊറ്റ റൂമേ ഉള്ളൂ. അതും ഒരു മാസ്റ്റർ ബെഡ്റൂമെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ഓഫീസ് റൂം.
അതായത് സാറിൻ്റെ മോൻ്റെ ഓഫീസായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓഫീസ് റൂം. നമ്മൾ ആ സ്റ്റെയർ കേസിന് ഇട്ട പർഗോളയും ആ ഗ്ലാസ്സുമാണ് കേട്ടോ. അത് കാരണം കൊണ്ട് നാച്ചുറൽ ലൈറ്റ് എപ്പോഴും സ്റ്റെയർ കേസിലുണ്ടായിരിക്കും. ഇതാണ് ഓഫീസ് റൂം. ഈ ഓഫീസ് റൂമിന് നമ്മൾ ഇപ്പോൾ ഈ കർട്ടൻ ഇട്ട അതേ വലുപ്പത്തിൽ തന്നെയാണ് ഇതിൻ്റെ വെൻറ്റിലേഷൻ വരുന്നത്. ഇവിടെ ഇതിലിപ്പോൾ ബെഡ്റൂമിൽ നിന്ന് ഇപ്പോൾ നോർമൽ ബെഡ്റൂമിൽ നിന്ന് എന്താണ് ഇതെന്ന് വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കബോർഡ്സ് ഒന്നുമില്ല. അതായത് ബെഡ്റൂം നല്ല വലിപ്പമുണ്ട്, പക്ഷെ ഓഫീസ് പർപ്പസിനായതുകൊണ്ട് നമ്മളതിൽ കബോർഡ്സും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ അതിലൊരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അത് താഴത്തെ പോലെയല്ല, കുറച്ച് സിമ്പിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ടൈൽസ് എല്ലാം പ്യൂർ വൈറ്റ് ആയിട്ടാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു രീതിയിലാണ്. അത് ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കുമ്പളത്ത് ചെയ്ത വീട്ടിലും എനിക്ക് വൈറ്റിനോട് എന്താണെന്ന് അറിയില്ല, എനിക്ക് ഇങ്ങനെ ബാത്റൂം ചെയ്യണതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്ക് താഴത്തെ ഇഷ്ടമായി, കാരണം അത് ഫുള്ളായിട്ടല്ലല്ലോ, ഒരു ഭാഗത്ത് മാത്രമാണല്ലോ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പൂമേലൊക്കെ കാണുമ്പോൾ അല്ല എനിക്ക് താല്പര്യമില്ല, പക്ഷെ ഇതൊക്കെ തികച്ചും ആ വീട് ആരാണോ നിർമ്മിക്കണേ, നമ്മൾ പറയുന്നത് വീടിന്റെ ബഡ്ജറ്റ് ഒരിക്കലും ഞങ്ങൾക്ക് തീരുമാനിക്കാൻ ഞാനാണ് ഒരു ഫുൾ ഫിനിഷ് എടുക്കണമെന്ന് വെച്ചാൽ ഞാൻ മാക്സിമം ഇങ്ങനത്തെ ടൈൽസാണ് ഉപയോഗിക്കാൻ നോക്കുക. അത് ചിലപ്പോൾ ക്ലയൻറ്റിന് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ രീതിയിൽ വീട് നിർമ്മിക്കുമ്പോൾ ഇപ്പം നമ്മൾ സ്ട്രക്ചറിന് റേറ്റ് ഉണ്ട്. പെർ സ്ക്വയർ ഫീറ്റ് 1300 നമ്മൾ ചെയ്യണത്. അതിൽ ആൾക്കാരെ, അതായത് വീടിൻ്റെ കോസ്റ്റ് അല്ല ശരിക്കും ഇതിൽ നോക്കേണ്ടത്, ആൾക്കാരെ കപ്പാസിറ്റിയും ബഡ്ജറ്റുമാണ്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ പോലെ നമ്മളെ വീട്ടിൽ ഒരു മെയിൻ ഡോറും കിച്ചൺ ഡോറും ഗ്ലാസും വെച്ച് കഴിഞ്ഞാലും അടച്ചുറപ്പായി കയറി താമസിക്കാൻ പറ്റും. പിന്നെ ക്ലയൻറ്റിൻ്റെ അടുത്ത് എത്ര പൈസ ഉണ്ടോ, എത്രയാണോ അവരുടെ ബഡ്ജറ്റ്, അതിനനുസരിച്ചിട്ട് ആ വീട് എത്രത്തോളം മോടി കൂട്ടാൻ പറ്റുമോ അത്രത്തോളം കൂട്ടാം. അതല്ല ഒരു മീഡിയം ലെവലിൽ വേണമെങ്കിൽ മീഡിയം ലെവലിൽ ചെയ്യാം. അപ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ ആകെ ഒരു ബെനിഫിറ്റ് ക്ലയൻറ്റിന് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നിർത്താം. നമ്മളതൊരു ഫുൾ ഫിനിഷ് എന്ന് പറയണില്ല. ഈ വീടിൻ്റെ A to Z നമ്മളാണ് സാറിന് ഫുൾ സപ്പോർട്ടായിട്ട് ഇതിൻ്റെ എല്ലാ വർക്കിനും സാറ് നമ്മളെ സജഷൻ ചോദിച്ചിട്ടും നമ്മളെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിലിപ്പോൾ അധികം ഒന്നും പറയാനൊന്നുമില്ല. ഞാനീ പറഞ്ഞില്ല, ഈ കിച്ചണിൻ്റെ വർക്കുകൾ മാത്രമാണ് സാറ് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചെയ്തത്. പിന്നെ ഡോസ് സാറ് പോയി സെലക്ട് ചെയ്തു, അവർ ഒരു ദിവസം കൊണ്ട് വന്ന് ഫിറ്റ് ചെയ്തു. ഇതിലിപ്പോൾ മെയിൻ വർക്ക് എന്ന് പറഞ്ഞപ്പോൾ ഈ ഇലക്ട്രിക്കൽ, പ്ലംബിങ്, അതേപോലെ ഒരു ടൈൽസാണ്. അതിൽ എല്ലാത്തിലും നമ്മളെ ഫുൾ ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. ടൈൽസ് നമ്മളെ ആൾക്കാരാണ് ചെയ്തത്, ഇലക്ട്രിക്കലും നമ്മളെ ആൾക്കാർ, അതായത് സാറിൻ്റെ വർക്ക് ചെയ്ത ആൾക്കാരാണ്. എൻ്റെ ഇപ്പോൾ ഈ കോട്ടയം, ഈ തിരുവനന്തപുരം, ഈ ഭാഗങ്ങളിലുള്ള എല്ലാ വർക്കുകളും ചെയ്യണത് ഇതേ ടീംസ് തന്നെയാണ്. അതുകൊണ്ടൊരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ പീരീഡിൽ എല്ലാ സമയത്തും ഞങ്ങളെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ക്ലയൻറ്റ് നല്ല അടിപൊളി ക്ലയൻറ്റാണ് നമ്മൾക്ക്. അതായത് നമ്മളിത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ. സ്ട്രക്ചർ കഴിഞ്ഞ് ഞങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കാര്യങ്ങളും ഈ പോക്കുവരവ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. ഇപ്പം നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഒരു ദിവസം വന്ന് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഇവിടെ വന്ന് സ്റ്റേ ചെയ്യണമെങ്കിൽ ഒരുപാട് പൈസ ചിലവാകും. അപ്പോൾ അത്രയും നല്ല ക്ലയൻറ്റ് നമ്മളോട് അങ്ങനെ ഒരു അടുപ്പവും കാര്യങ്ങളും പെരുമാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ഫ്രീ വിസിറ്റും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക. പക്ഷേ ബാക്കിയുള്ള സജഷൻസ് അല്ല നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. അതേപോലെ പണിക്കാർ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ പറയുമ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് പറയാൻ കേട്ടോ. കാരണം ഈ ഒരു വീട് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു, ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീട് ഇങ്ങനെ വെക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടൊന്നുമല്ല. ഇപ്പോൾ ഒരാളൊരു ഉടമസ്ഥൻ പൈസ മാത്രം തന്നാൽ പോരാ, മതിയമ്മോ. ആളുടെ ഒരു ഫുൾ സപ്പോർട്ടും ഒരു ഫുൾ ഫ്രീഡവും, ആ ഒരു ഫുൾ ഫ്രീഡും ഫുൾ സപ്പോർട്ടും നമ്മളെ മേലുള്ളൊരു ട്രസ്റ്റും ഉണ്ടെങ്കിലേ ഉള്ളൂ. എൻ്റെ മനസ്സിൽ ഞാൻ 100% ഹാപ്പിയാണ് ഈ വീട് ഇങ്ങനെ നിർമ്മിക്കാൻ സാധിച്ചതിൽ. അതേപോലെ സാറും ഹാപ്പിയാണ്. അതുകൊണ്ട് നമുക്ക് രണ്ടു കൂട്ടർക്കും ഒരു ഹാപ്പിനെസ് ഉണ്ട്. മറ്റേതെന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കോൺട്രാക്ടർക്ക് ഒരു വീട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ട്രസ്റ്റ് ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പരിപാടികളൊന്നും നടക്കില്ല. ഇത് നമ്മൾ ഫസ്റ്റ് ഞാൻ സാറിനോട് സംസാരിച്ചപ്പോൾ തന്നെ സാറിന് വേണ്ട കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലനുസരിച്ചിട്ട് പിന്നെ ബാക്കി ഞാനും സാറുമായിട്ടുള്ള ഒരൊറ്റ കമ്മ്യൂണിക്കേഷൻ മാത്രമേ. സാറിൻ്റെ വൈഫോ മോനോ സാറ് പറഞ്ഞത് അവർ പറഞ്ഞാലും കൂടി നീ കേൾക്കണ്ട, ഞങ്ങൾ മൂന്നാളും ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങൾ ഫൈനലൈസ് ആയിട്ടാണ് ഞാൻ നിന്നോട് പറയണത്. നീ അവർ ഒരു കാര്യം പറയാനും കൂടി കേൾക്കണ്ട, ഞാൻ എന്താണോ പറയണത് അതേപോലെ ചെയ്താൽ മതി, നിങ്ങളെ സജഷൻസ് മാത്രം എനിക്ക് പറഞ്ഞാൽ എന്നാണ് സാറ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ വർക്ക് തീരുന്നവരെ ഒരു ഇഷ്യൂയോ അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേഷനോ ഒരു ടെൻഷനോ ഞങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ഉണ്ടായിട്ടില്ല.
ഈ സാറിന് ഇതിനു മുന്നേ വീട് വെച്ചിട്ട് പരിചയമൊന്നുമില്ല കേട്ടോ. ഈ സാറിന് ആദ്യമായിട്ട് സാറ് വെക്കുന്ന വീടാണ്. സാറിന് ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്. അതായത് സ്വന്തമായിട്ടൊരു വീട് വെക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഐഡിയാസ് ഉണ്ടായിരുന്നു. ആ ഐഡിയാസ് എനിക്ക് ഷെയർ ചെയ്തു. അതിൽ ചില കാര്യങ്ങളൊന്നും ഞാൻ സാറിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം സാറ് പറഞ്ഞത് ഈ കാണുന്ന വെന്റിലേഷനില്ലേ അമ്മോ, ഈ വെന്റിലേഷൻ ഫുള്ളായിട്ട്, അതായത് എനിക്കവിടെ ചുമരേ വേണ്ടെന്നാണ് സാറ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞാനത് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കില്ല. കാരണം അതായത് ഫ്ലോറിൽ നിന്ന് മുതൽ ആ വെന്റിലേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോസിബിൾ അല്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ സമ്മതിച്ചു കൊടുക്കില്ല. അത് നമ്മൾ പറയുമ്പോൾ സാറിന് മനസ്സിലാവും ചെയ്യും. സാറിൻ്റെ വീടിനോടുള്ള പാഷൻ സാറ് വരുമ്പോൾ പറയും, ഈ കാണുന്ന കട്ടിൽ ഫർണിച്ചറുകളൊന്നും ഇത് ഇപ്പോൾ ഈ വീടിനായിട്ട് മേടിച്ചതല്ല. സാറ് പുറത്ത്, അതായത് എവിടെ ജോലി ചെയ്യുമ്പോഴാണ്, സ്ഥലം എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് സാർ തന്നെ പറഞ്ഞു തരും. ഇതവിടെ വീട്ടിൽ വെച്ച് ആശാരിമാരെ വെച്ച് കൊത്തുപണി എടുത്ത് ഉണ്ടാക്കിച്ചതാണ്. ഇത് സാറ് വരച്ച് കൊടുത്തിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് സാർ തന്നെ പറയും. ഇത് ഈ കോർണറിൽ ഇപ്പോൾ നമ്മൾ ഈ സൂം ചെയ്ത് കാണിക്കണതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഉണ്ടാകുമ്പോൾ കണ്ടില്ലെങ്കിൽ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടോ. അതായത് ഇത് കണ്ടാണ്ടോ ഈ കോർണറിലൊക്കെ ഇത് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത് ഇതൊക്കെ ഇലക്ട്രിക്കൽ പോയിൻറ്റ്സാണ്. കാരണം ഈ കാണുന്ന ആൾക്കാർ ഇതൊന്നും കാണില്ല. ഇനി വീണ്ടും ചോദിക്കും കമൻറ്റ്, ഇതൊക്കെ കണ്ടോ ഡെമ്മിട്ട് അടച്ചിരിക്കുന്നുണ്ടോ ഈ കണ്ട സൈഡൊക്കെ. ഞാനത് ഓപ്ഷൻ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. കാരണം രണ്ടാമത് വെട്ടിപ്പൊളിക്കേണ്ട ഒരു അവസരം അവർക്ക് വരരുത്. അതേപോലെ ഇന്ന് രാവിലെയും കൂടി ഒരു കോള് വിളിച്ചപ്പോൾ ചോദിച്ചു ഇതിന് ഇത്ര കണക്കുണ്ടോ. ഇവര് വിചാരം നമ്മൾ ഇത് ഇങ്ങോട്ട് പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വിച്ചും ഒരു ബൾബും മറ്റേ സാധാരണ നാട്ടിലെ കൺസ്ട്രക്ഷൻ അങ്ങനെയാണല്ലോ, റേറ്റ് കമ്മിയാവുമ്പോൾ ആൾക്കാർ ഒരു പ്ലഗ് ഒരു സ്വിച്ചൊക്കെ വെക്കുള്ളൂ. ഞാൻ രാവിലെ വിളിച്ച ആളോടും പറഞ്ഞു എത്ര എണ്ണം വേണമെങ്കിൽ ഞാൻ വെച്ചുതരാം. കാരണം ഒരു സിംഗിൾ ഫേസ് കണക്ഷൻ ആകെ 5000 വാട്ട്സാണ്. അപ്പോൾ ആൾക്ക് വേണമെങ്കിൽ ഞാൻ അതിലും കൂടുതൽ വെച്ചു കൊടുക്കും. ഇതേപോലെ ഡെമ്മിട്ട് അടയ്ക്കാനല്ലാണ്ട് ഇതൊന്നും വർക്ക് ചെയ്യിക്കാൻ എന്തായാലും പറ്റില്ല. ഈ ഇലക്ട്രിക്കലിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാ ആൾക്കാർക്കും ഒരുപാട് സ്ഥലങ്ങളിൽ ലൈറ്റും പോയിൻറ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ കേട്ടോ. പക്ഷേ ഇവരൊരു 2000 സ്ക്വയർ ഫീറ്റ് വീടാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്കൊക്കെ സിംഗിൾ ഫേസ് കണക്ഷൻ മതി. സത്യം പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഫ്രോഡ്. അതായത് നമ്മൾ എങ്ങനെ ആയിക്കഴിഞ്ഞാലും ഇപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലേക്ക് കയറ്റുന്ന ആൾക്കാരൊക്കെ 3 ഫേസ് കണക്ഷൻ എടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം 2 റൂമിലൊരു AC ഇവർ വെക്കും. 2 AC വെച്ചാൽ തന്നെ 2000 വാട്ട്സായി. പിന്നെ ആ വീട്ടിൽ ഫ്രിഡ്ജ്, ഈ പറയുന്ന ബാക്കിയുള്ള ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും ഇന്നത്തെ കാലത്തെ LED ഹീറ്റർ, അതായത് ബാത്റൂമിൽ വരുന്ന ഹീറ്റർ, ഇങ്ങനത്തെ ഒക്കെ പാടെ കൂടി വരുമ്പോൾ എന്തായാലും 5000 വാട്ട്സിൻ്റെ മുകളിൽ പോകും. ഇത് സാധാരണ ഇപ്പോൾ എല്ലാവരും എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ട്രിസിറ്റീനെ നമ്മൾ കബളിപ്പിച്ചിട്ട് ഇത്ര വാട്ട്സ് കമ്മിയാണ് പറഞ്ഞിട്ട് കൊടുക്കും, AC ഉപയോഗിക്കില്ല എന്ന് പറയും. ഇത് കഴിഞ്ഞ് കണക്ഷൻ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2-3 AC ഉപയോഗിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാം എനിക്ക്? അങ്ങനെ ചെയ്യുമ്പോഴാണ്, അതായത് ഒരു ട്രാൻസ്ഫോമറിന് ഇത്ര കൺസ്യൂമർ എന്നുള്ളൊരു കണക്കുണ്ട്. അപ്പോൾ ഈ 5000 വാട്ട്സൊക്കെ വെച്ചിട്ടാവും അവരിത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കണത്. അപ്പോൾ നമ്മൾ ഒരു AC വെക്കേണ്ട അടുത്ത് നമ്മൾ 2-3 AC വെക്കുമ്പോൾ എന്താ ഉണ്ടാവുക, ആ ലൈനിൽ പിന്നെ വോൾട്ടേജ് കമ്മിയായിരിക്കും. കാരണം ആ ട്രാൻസ്ഫോമറിന് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതിൻ്റെ കപ്പാസിറ്റിക്ക് ഒരു ലിമിറ്റ് ഉണ്ടാവും. അതിലും കൂടുതൽ വോൾട്ടേജാണ് ഓരോ വീടുകളിലും വലിക്കണത്. അങ്ങനെ വലിക്കുമ്പോൾ ഒരുവിധം എല്ലാ വീട്ടിലും വോൾട്ടേജ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് 2-3 AC വെക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിന് 3 ഫേസ് കണക്ഷൻ ആക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇതൊന്നും കൂടാതെ ചിലവരുടെ അടുത്ത് EV കാറും അതേപോലെ സ്കൂട്ടറും കാര്യങ്ങളും അത് വേറെയും ഉണ്ടാവും. അതൊന്നും നമ്മൾ KCBയിൽ കാണിക്കുന്നില്ല നമ്മളിത് കൊടുക്കുന്ന സമയത്ത്. പിന്നെ ഇപ്പോൾ രാത്രി നമ്മളിപ്പോൾ നോർമലായിട്ട് വെക്കുമ്പോൾ ഒരു AC വർക്ക് ചെയ്യിക്കുള്ളൂ എന്ന് പറയും. നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ 2 റൂമിൽ AC ഇടും. ആ സമയത്ത് സ്വാഭാവികമായിട്ടും വോൾട്ടേജ് എന്തായാലും ഇഷ്യൂ വരും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1000-ൻ്റെ മുകളിലേക്ക്, അതായത് ഒരു 1500 സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലേക്കുള്ള വീടുകളൊക്കെ നിർബന്ധമായിട്ടും 3 ഫേസ് കണക്ഷൻ എടുക്കണം. ഞാൻ എടുക്കുന്ന വീടുകൾക്കൊക്കെ 1500-ൻ്റെ മുകളിലേക്കുള്ള വീടിനൊക്കെ 3 ഫേസിൻ്റെ DBയാണ് വെച്ചവർക്ക് 3 ഫേസിൻ്റെ പോയിൻറ്റ്സാണ് നമ്മൾ ഇട്ട് കൊടുക്കുക. അതിപ്പോൾ ഈ വീട്ടിലിപ്പോൾ സിംഗിൾ ഫേസേ ഉള്ളൂ, കാരണം ലൈന് വരണം. എന്നാൽ കൂടി നമ്മൾ 3 ഫേസിൻ്റെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ലൈന് വരുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് സാറിന് അത് 3 ഫേസ് ആക്കാവുന്നതേ ഉള്ളൂ. അതിപ്പോൾ ഇവിടെ മാത്രമൊന്നുമല്ല കേട്ടോ, നമ്മൾ വൈക്കത്തും നമ്മൾ വലിയ വീടുകളിനൊക്കെ ചെയ്യണടുത്ത് എല്ലായിടത്തും നമ്മൾ 3 ഫേസിൻ്റെ DBയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ പാലക്കാട് എല്ലായിടത്തും 3 ഫേസ് തന്നെ നമ്മൾ വെക്കാൻ പോണത്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഡോറ്, അതായത് ഈ റെഡിമെയ്ഡ് ഡോറ്, ഇതൊന്നും ഈ കാണുന്ന പോലെ ഒരു ലക്ഷറി ആയിട്ട് നിങ്ങൾ കണക്കാക്കേണ്ട. 6000 രൂപയുള്ള ഡോറിന് മൊത്തം 4000 രൂപ ഡോറിനും ഫുൾ ഫിറ്റിങ്സ് അടക്കം 6000 രൂപയുള്ള ഡോറിന് വരുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് അവനവൻ്റെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് വലുതാക്കാം ചെറുതാക്കാം. ഈ ബാത്റൂമിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ടൈൽസിൻ്റെ കാര്യത്തിലും ഇപ്പോൾ നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോ കുമ്പളത്ത് ചെയ്തത് 28 രൂപയുടെ വെയിറ്റ് ആയിരുന്നു. എനിക്കിഷ്ടപ്പെട്ടത് അതാണ്, പക്ഷേ സാറിന് ഇഷ്ടപ്പെട്ട ഇതാണ്. ഈ ടൈൽസിന് അത്യാവശ്യം നല്ല വിലയുണ്ട്.
അപ്പോൾ അവരവരുടെ മനസ്സിൻ്റെ ഒരു പ്രൈസ് വല്ല ഇപ്പോൾ ശരിക്കും അതായത് എനിക്ക് ഞാനാ ചെയ്യണിച്ചാൽ ഞാൻ ആ കുറഞ്ഞതേ എടുക്കുള്ളൂ. കാരണം എനിക്ക് അതാണ് ഇഷ്ടം കൂടുതലും ആയത്. ഇപ്പോൾ ഇവർക്ക് ഇതാണ് സെലക്ട് ചെയ്ത് വെച്ചാൽ ഇതെന്തായാലും 28 അതിനേക്കാൾ ഒരുപാട് പൈസ ഉണ്ട്. അപ്പോൾ ഇനി മാക്സിമം ഞങ്ങളെ ഈ വീഡിയോ കണ്ട് വിളിക്കുന്ന ആൾക്കാർ നിങ്ങൾ ഈ ഫുൾ ഫിനിഷ് ചെയ്തു തരുമോ, ഫുൾ ഫിനിഷിന് എത്രയൊന്നും നിങ്ങൾ ചോദിക്കരുത്. നിങ്ങളെ ബഡ്ജറ്റ് നിങ്ങൾ ആദ്യം പറയും. നിങ്ങളിപ്പോൾ എന്നോട് പറയൂ എനിക്ക് ലക്ഷറി വീട് വേണം, ഇല്ലേ, ഇന്നെ പോലൊരു വീട് വേണം, പൈസ എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങൾ വിചാരിക്കണേക്കാളും വലിയ സംഭവം നമ്മളെ കൊണ്ട് ചെയ്തു തരാൻ പറ്റും. അതല്ല നമുക്ക് ലക്ഷറി വേണേന് അതിൽ കുറേ ലിമിറ്റേഷനും പൈസയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളെ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്ട്രക്ചർ മാത്രം പറഞ്ഞത്. ഞാൻ ഫുൾ ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ റെഡിയാണ്. അതായത് നന്നായിട്ട് ഫുൾ ഫിനിഷ് നമ്മൾ നല്ല ബ്രാൻഡ് എടുത്ത് നല്ല ക്വാളിറ്റിയിൽ ഫുൾ ഫിനിഷ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായ റേറ്റ് വരും. അപ്പോൾ നമ്മളിപ്പോൾ നല്ല ഫുൾ റേറ്റ് എടുത്തിട്ട് ഒരു ഫുൾ ഫിനിഷ് ചെയ്യുമ്പോൾ സാധാരണക്കാരന് അത് ചെയ്ത് പോകാൻ പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്യണത്. ആ സ്ട്രക്ചർ ചെയ്യുമ്പോൾ നമുക്ക് 2 ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. സാധാരണക്കാരനെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ലക്ഷറി ചെയ്യുന്ന ആളെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റും. കാരണം രണ്ടിൻ്റെയും റോ മെറ്റീരിയൽ അതായത് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം മേടിക്കേണ്ടത് ആളാണ്. നമ്മൾ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും മാത്രം ചെയ്താൽ മതി. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഹാള് 15 അടി ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ആ മുകളിലത്തെ ആ ഗ്ലാസും എല്ലാം കൊടുക്കുകൊണ്ട് എപ്പോഴും നല്ലൊരു നാച്ചുറൽ ലൈറ്റ് അവിടെ ഫുള്ളായിട്ടുണ്ടായിരിക്കും. ഈ ലീവിങ് ടോട്ടലായിട്ട് 720 സ്ക്വയർ ഫീറ്റോളം ഓപ്പൺ ഏരിയയാണ് വരുന്നത്. ഇനി നിങ്ങൾക്കിപ്പോൾ ഇതൊരു ഫുൾ ഫിനിഷ് ആയ കാരണം കൊണ്ട് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും, ഇതെല്ലാം 4 ഇഞ്ച് കോൺക്രീറ്റ് ഭിത്തിയിലാണ് കേട്ടോ ഈ ഒരു ഫുൾ ഓപ്പൺ സ്പേസും നിൽക്കണത്. അപ്പോൾ പിന്നെ കുറേ ആൾക്കാർ ചോദിക്കും ഇതിന് മുകളിൽ ബീം ഉണ്ടായിരിക്കുമോ, ഇതുണ്ടായിരിക്കും. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്കിപ്പോൾ ആ ഹാളിൽ കണ്ടു മുകളിൽ ബീമുണ്ട്, അതേപോലെ ഈ ഒരു ഓപ്പൺ ഏരിയയിൽ ബീമുണ്ട്. അത് നമ്മളൊരു ഫോൾ സീലിംഗ് ആയിട്ട് അവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബീംസുകളെല്ലാം സ്പാനിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് കൊടുക്കണം. ഞാൻ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്രയും കാണുന്ന ഈ ഓപ്പൺ ഏരിയ നിൽക്കുന്നത് ഈ ഒരു 4 ഇഞ്ച് ചുമരിൻ്റെ മുകളിലാണ്. അതും ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് 6 ഇഞ്ച് ആക്കാൻ പറ്റുമോ, 8 ഇഞ്ച് ആക്കാൻ പറ്റുമോ. ഞാൻ അപ്പോഴും പറയലുണ്ട് ഇത്രയും ഏരിയ ഇപ്പം നമുക്കറിയാം ഒരു എത്ര വൈഡായിട്ട് നമുക്ക് 4 ഇഞ്ചിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് കോസ്റ്റിൻ്റെ കൂട്ടേണ്ട ഒരു ആവശ്യമില്ല, ഈ ഒരു രീതിയിൽ തന്നെ ചെയ്താൽ മതി. പിന്നെ അവർക്ക് ക്ലയൻറ്റിന് പേടിയാണ്, അതായത് ഇതിൽ നിൽക്കുമോ, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ. അത് ഇതിൻ്റെ ഒരു സ്ട്രെങ്ത്തും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവാത്തവരുടെ ഒരൊറ്റ കുഴപ്പമാണ്. കാരണം അങ്ങനത്തെ ഒരു റിക്വയർമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പറയുക ഞാനാണ്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ആ വീടിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കയ്യിലുള്ള പൈസ മാത്രമേ ചിലപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് വരുള്ളൂ. പക്ഷേ എനിക്ക് നഷ്ടപ്പെടാൻ പോണത് എൻ്റെ ഫുൾ കരിയറാണ്. കാരണം ഞാൻ ഈ കടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ ഈ ഒരു രീതി, അതായത് ഈ ഒരു പുതിയ കൺസ്ട്രക്ഷൻ രീതിയിൽ എന്തേലും ഒരു അപാകത അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ 4 ഭാഗത്തു നിന്നും തെറി വിളിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരാണ്. അപ്പം ഞാൻ ഈ ചെയ്യണതിൽ എന്തെങ്കിലും ഒരു മൈന്യൂട്ടായിട്ടൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തെ. പക്ഷേ സ്വന്തം ചോറിൽ ആരും മണ്ണ് വാരിയിട്ടില്ലല്ലോ. അങ്ങനെ ഇടുന്നവരുണ്ടോ?